ശബരിമല റോപ്പ് വേക്ക് അന്തിമ അനുമതി നൽകുന്നതിന് മുന്നോടിയായുള്ള ഡ്രോൺ സർവേ ഇന്ന് ആരംഭിക്കും. കേന്ദ്ര വന്യജീവി ബോർഡിന്റെ നിർദ്ദേശപ്രകാരമാണ് സർവേ നടക്കുന്നത്. ഹൈക്കോടതിയുടെ അനുമതിയോടെ ഇന്നും നാളെയുമാണ് സർവേ. പമ്പ ത്രിവേണി മുതൽ മാളികപ്പുറം പോലീസ് ബാരക്കിന് സമീപം വരെയാണ് സർവേ നടത്തുക. വിവരങ്ങളുമായി വീണ്ടും അരുൺ കൊടുങ്ങൂർ ഒപ്പം ചേരുന്നു. അരുൺ, ശബരിമല റോപ്പ് വേക്ക് അന്തിമ അനുമതി നൽകണോ വേണ്ടയോ എന്നതാണല്ലോ സർവേയിലൂടെ തെളിയുക, അല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ആദ്യ സമയങ്ങളിലൊക്കെ തന്നെ ഈ പദ്ധതി വൈകിപ്പിക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങളൊക്കെ തന്നെ നടന്നു. ഏറ്റവും ഒടുവിലാണ് ഈ മുഖ്യമന്ത്രി അധ്യക്ഷനായിട്ടുള്ള ബോർഡ് അനുമതി നൽകിയിരുന്നത്. അതിനുശേഷമാണ് കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലേക്ക് ഈ വിഷയം എത്തുന്നത്. എന്തായാലും കേന്ദ്ര സംഘം ഇപ്പോൾ പരിശോധന ഇന്ന് ആരംഭിക്കും. അത് ഈ നിർമ്മാണ കമ്പനിയാണ് ഈ ഡ്രോൺ സർവേ നടത്തുക. അതിൽ കൃത്യമായി തന്നെ ഈ റോപ്പ് വേയുടെ സാധ്യതകളൊക്കെ തന്നെ പഠിച്ചുകൊണ്ട് വിശദമായ DPR തയ്യാറാക്കിയാണ് അയച്ചിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി പറയുന്നത് ഈ ട്രാക്ടറുകൾ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അതോടൊപ്പം തന്നെ പരിസ്ഥിതിക്ക് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഇത് പരിഗണിച്ചുകൊണ്ടാണ് 2011 ഇത്തരമൊരു സംവിധാനത്തെപ്പറ്റി, റോപ്പ് വേ സംവിധാനത്തെപ്പറ്റി ആലോചിച്ചിരുന്നത്. അതിനുശേഷമുള്ള നടപടികൾ പലതവണ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയെങ്കിലും കഴിഞ്ഞ മണ്ഡലകാലത്ത് ഈ പദ്ധതിക്ക് തറക്കല്ലിടുമെന്ന് അന്നത്തെ മണ്ഡലകാലത്തെ ഏറ്റവും വലിയ പ്രഖ്യാപനം ദേവസ്വം മന്ത്രി VN വാസവനാണ് ശബരിമലയിൽ എത്തി നടത്തി. അടുത്ത ജനുവരിയോടെ, അതായത് മണ്ഡലകാലം തീരുന്നതിന് ശേഷം കൃത്യമായി തന്നെ ഒരു ഇടപെടൽ ഉണ്ടാക്കി റോപ്പ് വേ പദ്ധതിക്ക് തറക്കല്ലിടുമെന്ന് പറഞ്ഞു. പക്ഷേ അത് പിന്നീടും വൈകുന്നു. ഓരോ മണ്ഡലകാലത്തും ഇങ്ങനെ ഈ പദ്ധതി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നതല്ലാതെ കാര്യമായ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. എന്നാലും ഇക്കുറി ഒരു ഡ്രോൺ സർവേയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. എന്നാലും കേന്ദ്ര അനുമതി കൂടി ലഭിച്ചാൽ ഉടൻ തന്നെ ഏതാണ്ട് 15 മാസത്തിനുള്ളിൽ ഈ റോപ്പ് വേ പദ്ധതി പൂർണ്ണമായും യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നാണ് ഈ കരാർ കമ്പനി പറയുന്നത്. അതിനുള്ള ക്രമീകരണങ്ങളാണ്, അതായത് ചരക്ക് നീക്കം സുഗമമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഇവർ ലക്ഷ്യം വെക്കുന്നത്. അതോടൊപ്പം തന്നെ ആംബുലൻസ് സൗകര്യവും ഇതിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഭക്തർക്ക് ഒരു കാരണവശാലും ഈ റോപ്പ് വേയിലൂടെ പ്രവേശനം ഉണ്ടാകില്ല. അതിന് കടുത്ത ഒരു നിലപാട് ഈ വനം വകുപ്പ് എടുക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും സാധനങ്ങൾ ശബരിമലയിലേക്ക് ഓരോ ദിവസവും എത്തിക്കേണ്ട സാധനങ്ങൾ അത് സുഗമമായി എത്തിക്കാനുള്ള ഒരു സംവിധാനം, ഒരു ശാസ്ത്രീയമായ സംവിധാനം എന്ന നിലയിലാണ് ഈ റോപ്പ് വേ പദ്ധതിയെ കാണുന്നത്. എന്തായാലും പമ്പ ത്രിവേണി മുതൽ ഈ മാളികപ്പുറത്തിന് സമീപമുള്ള പോലീസ് ബാരക്കിൻ്റെ അവിടെ വരെയാണ് ഈ റോപ്പ് വേ ഉള്ളത്. അവിടെ വരെയാണ് ഇന്ന് സർവേ നടക്കുന്നത്. പമ്പയിൽ നിന്നും അല്പസമയങ്ങൾക്ക് ശേഷം 10 മണിയോടെ ഇതിൻ്റെ ഡ്രോൺ സർവേ ആരംഭിക്കും. ഹൈക്കോടതിയുടെ അനുമതിയോടെയാണ് ഈ ഡ്രോൺ സർവേ നടത്തുന്നത്. ശബരിമലയും അതോടൊപ്പം തന്നെ അനുബന്ധ കേന്ദ്രങ്ങളുമൊക്കെ തന്നെ കനത്ത സുരക്ഷാ കേന്ദ്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതി വാങ്ങിയതിന് ശേഷമാണ് ഈ ഡ്രോൺ സർവേ ഇന്ന് ആരംഭിക്കുക. കൃഷ്ണരാജ്, ശബരിമല റോപ്പ് വേക്ക് അനുമതി നൽകുന്നതിൽ ഡ്രോൺ സർവേ ഇന്ന് ആരംഭിക്കുകയാണ്. സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ കൊടുങ്ങൂർ.